നെടുമങ്ങാട് കോടതിക്ക് മുന്നിൽ നിന്ന് ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിധി പ്രസ്താവം തൊണ്ടി മുതൽ തിരിമറി കേസിൽ ഒരു MLAക്ക് അയോഗ്യത കൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വിധി പ്രസ്താവം കൂടിയാണ്. രാഷ്ട്രീയമായി ഇപ്പോൾ ഇതിനകം തന്നെ MLAക്കെതിരായ പ്രതിഷേധങ്ങളൊക്കെ കോടതി പരിസരത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുജയ, ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിഷേധമാണ്. ഇന്നിപ്പോൾ നേരത്തെ, അതായത് ആന്റണി രാജു കോടതിയിലേക്ക് വരുന്ന സമയത്തും പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ വിധി പുറപ്പെടുവിച്ച ശേഷം, ശിക്ഷാവിധി വന്ന ശേഷവും പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുകയാണ്. കോടതിക്ക് തൊട്ടു മുന്നിൽ, അതായത് ആന്റണി രാജുവും അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിക്ക് പുറത്തേക്ക് വരും. ആന്റണി രാജുവിനെ തടയാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കൂടി കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുന്ന കാഴ്ചയാണ്. അതായത് തൊണ്ടി മുതൽ കേസ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീകാത്മക കൂടിയാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ സർക്കാരിന്റെ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ നിരന്തരമായി ഇത്തരത്തിൽ, അതായത് ആദ്യം സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടുന്ന ആളുകൾ, ജില്ലാ കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന പത്മകുമാർ അടക്കമുള്ള ആളുകൾ പ്രതികളാകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോറ്റി കേറ്റി എന്നുള്ളതിന് സമാനമായ പാട്ടുകൾ തൊണ്ടിമുതൽ കേസിലും പാടിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം വരുന്നു. കൂടുതൽ പ്രവർത്തകർ കോടതി പരിസരത്തേക്ക് എത്തുന്നു. പോലീസും കൂടുതലായി ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ശിക്ഷാവിധി വരില്ല എന്നുള്ള ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അപേക്ഷ, അത് കാരണം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ശിക്ഷാവിധിക്കായി ഈ കോടതി മാറും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോടതിക്ക് അതിന് കഴിയുമെന്നുള്ളത് കൊണ്ട് പ്രോസിക്യൂഷൻ അപേക്ഷ തള്ളുകയും കോടതി ശിക്ഷ വിധിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കൂടി കണക്കിലെടുത്താൽ 3 വർഷം, അതായത് ഏറ്റവും കൂടിയ ശിക്ഷ എന്നുള്ള നിലയ്ക്ക് 3 വർഷം തടവ് ആന്റണി രാജുവിന് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. അതായത് 5 വകുപ്പുകൾ. പ്രതികരണങ്ങൾ വരുന്നുണ്ടോ അവിടെ കോടതി പരിസരത്ത്? സുജയ, ആന്റണി രാജുവും 1-ാം പ്രതി KS ജോസും രണ്ടുപേരും ഇപ്പോഴും കോടതിക്കുള്ളിൽ തന്നെയാണ്. നിലവിൽ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ബെയിലബിൾ, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ജയിലിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങും. ഒരു പ്രതികരണം ഉണ്ടാകും. നേരത്തെ സമാനമായ ഒരു പ്രതികരണം ആന്റണി രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. 1994 രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും 2005 UDF സർക്കാരിന്റെ കാലത്താണ് ഇത് വീണ്ടും പൊങ്ങി തന്നെ പ്രതി ചേർത്തത്. അതിനു മുൻപ് മറ്റു 3 പേരായിരുന്നു ഇതിനകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്നത്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിക്കുന്ന കാലത്ത് തന്നെ പ്രതിയാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചുകൊണ്ട് നടത്തിയ നടപടികളാണ് തനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആന്റണി രാജു ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. പക്ഷെ ആ വാദം എന്തൊക്കെയാണെങ്കിലും കോടതിയിൽ അത് നിലനിന്നില്ല. കോടതി കൃത്യമായി ഈ 5 വകുപ്പുകളിൽ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും വിശ്വാസവഞ്ചനയും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെയും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനിയിപ്പോൾ ഇതിന്റെ അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകാനാണ് തീരുമാനം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. അത് വരും ദിവസങ്ങളിൽ തന്നെ അതിവേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കുന്നു. പക്ഷെ ആദ്യത്തെ പ്രതി, അതായത് കോടതിയിലെ തൊണ്ടി സെക്ഷനിലെ ക്ലർക്കായിരുന്ന KS ജോസ്, തനിക്ക് ജാമ്യാപേക്ഷ നൽകേണ്ടതില്ല, തനിക്ക് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ്. അതായത് അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കോടതിയിലടക്കം കുറ്റം സമ്മതിച്ചുകൊണ്ടായിരുന്നു KS ജോസിന്റെ ഒക്കെ പ്രതികരണം എന്ന് പറയുന്നത്. അതിൽ ആന്റണി താൻ നിരപരാധി എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയത്. പക്ഷേ ജോസ് ഇതിൽ താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാദത്തിൽ തന്നെ തുടക്കം മുതൽക്ക്, അല്ലെങ്കിൽ താൻ അത് സമ്മതിക്കുന്നു എന്നുള്ള കാര്യം തന്നെ ജോസ് തുടക്കം മുതൽക്ക് പറയുന്നുണ്ടായിരുന്നു. ഇന്നും കോടതി മുറിക്കുള്ളിൽ അത് തന്നെയാണ് കണ്ടത്. എന്തെങ്കിലും പ്രതികൾക്ക് പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ജോസിന് മറുപടി ഉണ്ടായിരുന്നില്ല.